നമസ്കാരം. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ട അതിഥികൾ, അതിൽ പ്രധാനമായും നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് കേരളത്തിലെ പ്രശസ്ത കവിയും അധ്യാപകനും തൻ്റെ സവിശേഷമായ ഈണത്തിലുള്ള ആലാപന ശൈലിയിലൂടെ കവിതകളെ ജനപ്രിയമാക്കിയ കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുടെ ജേതാവുമായ നാരായണത്ത് ഭ്രാന്തൻ, ഭാരതീയം, അച്ഛൻ പിറന്ന വീട് തുടങ്ങിയ ജനപ്രിയമായ കവിതകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മലയാളികൾക്ക് സമ്മാനിച്ച ഏറ്റവും പ്രിയങ്കരനായ കവി ശ്രീ മധുസൂദനൻ നായർ. സർ, സ്വാഗതം. നമസ്കാരം. നമ്മോടൊപ്പമുള്ള മറ്റൊരു അതിഥി എഴുത്തുകാരൻ, പ്രഭാഷകൻ, പ്രാസംഗികൻ എന്നതിലുപരി റാന്നി MLA-യുമായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ്. നമസ്കാരം. സർ, ആദ്യമായി മനസ്സിൽ വരുന്നത് നമ്മൾ അടുപ്പങ്ങളുടെ ഒരു കാലം, അതെല്ലാം കടന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എത്ര മീറ്റർ അകലമാണ് നമ്മൾ മനുഷ്യർ തമ്മിൽ വേണ്ടത് എന്ന അളവ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഇന്നത്തെ ഈ ഒരു അവസ്ഥയുമായി എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത് എന്നൊന്ന് പങ്കുവയ്ക്കാമോ? അകന്നാലേ അടുപ്പത്തിൻ മുറുക്കം കൂടും, അകലങ്ങൾ അടുപ്പിക്കും ഒഴുക്കുണ്ടാവൂ എന്ന് ഞാൻ 2 വരി 4 വരി എഴുതിയിട്ടുണ്ട്. അത് ഒരു 8 വർഷം മുമ്പ് 10 വർഷം മുമ്പ് എഴുതിയ. അത് നമ്മുടെ ശാരീരികമോ ഭൗതികമായ അകലമാണ്. മാനസികമായ അകലം ആണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ മാനസികമായ അകലം ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടെങ്കിലുമായി എല്ലാ പരിശ്രമവും നടത്തി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ തമ്മിലകറ്റുക, അയൽപക്കത്തെ തമ്മിലകറ്റുക, മനുഷ്യരെയും വർഗങ്ങളെയും തമ്മിലകറ്റുക, കക്ഷിയെയും തമ്മിലകറ്റുക, ദൈവങ്ങളെ തമ്മിലകറ്റുക. ഇതൊക്കെ നമ്മൾ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറും നാട്ടും പുറത്തുകാരനാണ്. അവിടെ പണ്ട് എല്ലാ അയൽവക്കവും കൂടെ ഒരു വീടായിരുന്നു. ഒരു വീട്. എൻ്റെ വീട്ടിൽ അതിഥി വന്നാൽ ചിലപ്പോൾ ചോറ് അപ്പുറത്തുനിന്ന് വരും, ഒരു കറി വേറൊരു വീട്ടിൽ നിന്ന് വരും. എല്ലാവരും കൂടെയുണ്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും മതിൽ പൊങ്ങി, ബാങ്ക് ലോൺ വന്നു, അതെടുത്ത് മതിൽ കെട്ടി, ക്രെഡിറ്റ് കാർഡ് വന്നു. അപ്പോൾ അയൽവക്കത്തെ ചെല്ലപ്പണ്ണൻ്റെ അടുത്ത് 10 രൂപ കടം വാങ്ങിക്കണ്ട, പോടാ എന്ന് പറയും. ഗ്രാമത്തിൽ പോലും മനുഷ്യനെ തമ്മിലകറ്റും. ഇപ്പോൾ അത് ഗ്രാമത്തിൽ പുതിയ ഷോപ്പിംഗ് മാൾ വന്നു. ഷോപ്പിംഗ് മാൾ വന്നപ്പോൾ കുട്ടപ്പൻ്റെ കടയിൽ പോയി സാധനം വാങ്ങിക്കണ്ട, നമുക്ക് ഷോപ്പിംഗ് മാളിൽ പോയി ലോൺ എടുത്ത് കാർ വാങ്ങിച്ച് ഷോപ്പിംഗ് മാളിൽ പോയി വാങ്ങിക്കാം. പണ്ട് കുട്ടപ്പൻ്റെ കടയിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, എടേ അണ്ണന് പനിയെന്ന് പറഞ്ഞ് സുഖമുണ്ടാ ചോദിക്കും. ഇപ്പോൾ കുറവുണ്ട്, അമ്മയ്ക്കും സൂക്ഷിക്കണം കേട്ടോ, നീയും സൂക്ഷിക്കണം, പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ സാധനം വാങ്ങിക്കുന്ന കടയിൽ എന്നെക്കുറിച്ച് ഉൾക്കണ്ട, എനിക്ക് ഉപദേശം, എന്നെക്കുറിച്ച് കരുതാൻ ഒരാളുണ്ട് എവിടെയും. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ പോയാലോ യാന്ത്രികമാണ്. ഒരു മിഠായി തരും, ഒരു പാനീയം തരും, ഹാവ് എ ഗുഡ് ഡേ പറയും, നമ്മൾ മാനിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് തിരിച്ചു. ഇതാണ് നമുക്ക് പറ്റിയത്. നമ്മൾ അകലങ്ങൾ ഉണ്ടാക്കി. മനസ്സുകൾ അകലാതിരിക്കണം. പ്രകൃതിയിൽ നിന്നകന്നില്ലേ? നമുക്കൊരു പുല്ലിനെ അറിയില്ല, ഒരു പഴുതാരെ അറിയില്ല. ഇതൊക്കെ കീടമാണ്, നമുക്ക് പാടില്ലാത്തതാണ്. പണ്ട് എൻ്റെ വീട്ടിൽ ഇവരെല്ലാം കൂട്ടുകാരായിരുന്നു. അട്ടയും പഴുതാരയും പാമ്പും ചേരയും ഭൂതവും പ്രേതവും പിശാചും കാളിയും കൂളിയും എല്ലാം എന്നുമുണ്ട്. മുതുമുത്തച്ഛന്മാരെല്ലാം ഉണ്ട്. ഞാൻ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. ഒരു കല്ലിൽ ചെന്നിരുന്നാൽ അമ്മ ചോദിക്കും, അത് മുതുമുത്തച്ഛൻ മുറുക്കാനിടിക്കും കല്ല്. എടാ, രാത്രി മുത്തച്ഛൻ വന്നിരുന്ന് മുറുക്കാനിടിക്കുന്ന കല്ലാണ്, അവിടെ കയറി ഇരിക്കരുത്. അപ്പം ആ കല്ലിൽ ഒരു പൂർവ്വപിതാമകൻ്റെ ഓർമ്മ അവരെ സൂക്ഷിച്ച കുടുംബമാണ്. നമ്മുടെ മണ്ണ് മുഴുവൻ അങ്ങനെ ആയിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. എവിടെയും എല്ലാവരും ഉണ്ട്. ഭൂതപരമ്പരകൾ മുഴുവൻ കൂടെയുണ്ട്, ജന്തുക്കൾ മുഴുവൻ കൂടെയുണ്ട്. ഇതിൽ കൂടുതൽ സൗഹൃദവും അടുപ്പവും എവിടെയാണ്?
ആരും വിട്ടുപോകാത്ത. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അധ്വാനത്തിന്റെ പ്രസക്തി തമിഴ്നാട്ടിലൊക്കെ എല്ലാം സൗജന്യമായി കൊടുത്തിട്ട് അധ്വാനിക്കണ്ട. അപകടമായി.